രാത്രി 11 മണി കഴിഞ്ഞ് കാണും. കൂരിരുട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും ആ ഭാഗത്തില്ല. അങ്ങനെ പേടിപ്പെടുത്തുന്ന ആ അന്തരീക്ഷത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, അതും പുരുഷൻ്റെ ഷർട്ട് പണിഞ്ഞ് അരയ്ക്ക് താഴെ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുവാണ്. ആ നടത്തം കണ്ടാലറിയാം ആ സ്ത്രീക്ക് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. ഈ അസമയത്ത് ഈ സ്ത്രീ എങ്ങോട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? ആരെയും ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ ആവണിശ്ശേരം റെയിൽവേ സ്റ്റേഷൻ പരിസരം രാത്രി 11 മണി കഴിഞ്ഞ് കാണും. വലിയ വാഹനങ്ങളുടെ ശല്യമില്ല, ആൾക്കാരുന്ന ഭാഗത്തില്ല, ഒരു കവലയാണ്. എന്തായാലും ആൾക്കാരൊക്കെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്ത്. അങ്ങനെ സമയം കുറച്ചുകൂടി ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ആ ഇരുട്ടിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ അതിവേഗം മുന്നോട്ട് വരികയാണ്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയുള്ള നടത്തമാണ്. വളരെ പതുക്കെ എന്നല്ല, വളരെ വേഗത്തിൽ തന്നെയാണ് ആ സ്ത്രീ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. ആ സ്ത്രീയുടെ ലക്ഷ്യം ഈ മെയിൻ റോഡിലേക്കാണെന്ന് അവരുടെ നടത്ത കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് ഒരു ഷർട്ടാണ്. മാത്രവുമല്ല, ഈ അരയ്ക്ക് താഴെ വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. അങ്ങനെ ആ വിചിത്രമായ വേഷധാരി നേരെ ആ റോഡിൻ്റെ ആ അരികിൽ വന്ന് നിൽക്കുകയാണ്. ചുറ്റുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. വാഹനങ്ങളൊന്നും ആ സമയത്തില്ല. വന്ന വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച, ഏതോ ഒരു വാഹനം വരുന്നു. ആ വാഹനത്തിന് മുമ്പിലേക്ക് ഒരു ഒറ്റ ചാട്ടമാണ് ആ സ്ത്രീ. ശരിക്കും പറഞ്ഞാൽ ആരും ഞെട്ടിപ്പോകുന്ന ഭീകരമായ കാഴ്ച. ഡ്രൈവറാണെങ്കിൽ ഞെട്ടി, കാരണം അയാൾക്ക് ബ്രേക്ക് ചവിട്ടാൻ സമയം കിട്ടിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആകെപ്പെട്ടൊരു മരവിപ്പ് മാത്രമാണ്. അയാൾ ആ കാഴ്ച കാണുകയാണ്. ഏതോ ഒരു സാധനം വന്ന് മുമ്പിലേക്ക് വീഴുകയാണ്. അത് പുരുഷനാണോ സ്ത്രീയാണോ അയാൾക്കും വലിയ ധാരണയൊന്നുമില്ല. പുറത്തിറങ്ങി നോക്കി. ആ ബഹളമെല്ലാം കേട്ട് കുറച്ച് ആൾക്കാരെല്ലാം ആ വാഹനത്തിന് അരികിലേക്ക് വരികയാണ്. അവരും കണ്ട് ആ കാഴ്ച. ഷർട്ട് ധരിച്ച് അടിവസ്ത്രം ഇല്ലാതെ ഒരാൾ കിടക്കുകയാണ്. കാഴ്ച തന്നെ മനസ്സിലായി അതൊരു സ്ത്രീയാണെന്ന്. ആരാണെന്നോ ഈ സമയത്ത് എന്തിനാണ് ഇവിടെ വന്നതെന്നോ ഒരു പിടിയുമില്ല. എന്തായാലും നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആ സ്ത്രീ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. പക്ഷേ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ആ സ്ത്രീ മരണപ്പെടുകയാണ്. ഈ നാട്ടുകാർക്കെല്ലാം പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണ്. ആരാണ് ഈ സ്ത്രീ? അസമയത്ത് ഈ സ്ത്രീ എന്തിനിവിടെ വന്നു? അതുമാത്രമല്ല, ആ സ്ത്രീ ധരിച്ചിരിക്കുന്ന വേഷം, ഞാൻ പറഞ്ഞല്ലോ, ഷർട്ട്, പിന്നെ താഴെ വസ്ത്രങ്ങളൊന്നുമില്ല. അങ്ങനെ ആ രൂപത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു സ്ത്രീ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വരേണ്ട കാര്യം എന്താണ്? അങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ ആൾക്കാർ പ്രകടിപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ സ്ത്രീയുടെ പ്രായത്തെ പറ്റിയൊക്കെ ധാരണയാണ്. ഏതാണ്ട് 10-32 വയസ്സുള്ള സ്ത്രീയാണ്. പക്ഷെ ആരാണ്, എവിടെയാണ്, ഒരു സൂചന പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് ആ സത്യം കണ്ടുപിടിക്കുന്നത്. ഈ സ്ത്രീ ധരിച്ചിരിക്കുന്ന ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഐഡൻറ്റിറ്റി കാർഡ് പുറത്തെടുക്കുകയാണ്. അത് ഒരു കണ്ടക്ടർ വിജേഷിൻ്റെ ഐഡൻറ്റി കാർഡാണ്. ഈ വിജേഷ് ആരാണ്? അയാളെ പറ്റി അന്വേഷിച്ചു. അത് ഈ സ്ത്രീയുടെ ഭർത്താവാണ്. അതായത് ഈ മരിച്ചു കിടക്കുന്ന രാജിയുടെ ഭർത്താവാണ് വിജേഷ്. പിന്നെ സംശയമുണ്ട്, അങ്ങനെയെങ്കിൽ ആ ഭർത്താവ് വിജേഷ് എവിടെയാണ്? അയാൾ എവിടെ? ഒരു പിടിയുമില്ല. പക്ഷെ അന്ന് പകൽ ഈ വിജേഷും രാജിയും കൂടെ പല സ്ഥലത്തും പോകുന്നത് പലരും കണ്ട്. ഭാര്യയും ഭർത്താവുമല്ലേ, വേറെ സംശയം കൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിജേഷുമായിട്ട് വഴക്കിട്ട് എന്തോ തോന്നിക്കാണും. അങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തതാണോ? വിജേഷ് എവിടെയാണെന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം നീളുമ്പോൾ തന്നെ ഈ സ്ത്രീയുടെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ 1-2 നമ്പറുകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ നമ്പറിൽ പലതവണ ഈ സ്ത്രീ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ സ്ത്രീയുമായിട്ട് ചില പണമിടപാട് ബന്ധമുള്ള 2 പേരാണ് വന്നിരിക്കുന്നത്. ഒന്നൊരു സ്ത്രീയും മറ്റൊരു പുരുഷനും. അങ്ങനെ അവർ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. ഒരു നാട് മുഴുവൻ വിജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അങ്ങനെ ആ തെരച്ചിൽ നടക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം അന്ന് ഉച്ചയോടെ പുറത്താവുന്നത്. വിജേഷിൻ്റെ മൃതദേഹം അങ്ങ് മലമുകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ രാജിയുടെ വീടിൻ്റെ കുറച്ച് അകലെയുള്ള മലമുകളിൽ ഒരു മരത്തിൻ്റെ മൂട്ടിൽ കിടക്കുന്ന നിലയിലാണ് ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മരത്തിൽ തൂങ്ങിച്ചാകാൻ ശ്രമിച്ചു. അങ്ങനെ ആ കെട്ടുപൊട്ടി തറയിൽ വീണ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതും വല്ലാത്തൊരു ഷോക്കായിപ്പോയി. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ വിജേഷിന് രാജിക്ക് സംഭവിച്ചത്? അവർക്കിടയിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഒരു പിടിയുമില്ല. വേറെ ദൃക്സാക്ഷികളൊന്നുമില്ലാത്ത 2 മരണങ്ങളാണ്. ഒന്നുകിൽ ഈ പറയുന്ന പോലീസിന് കസ്റ്റഡിയിലുള്ളവർക്ക് ഈ രാജിയുടെ മരണമായിട്ട് ബന്ധമുണ്ടോ? ആ രീതിയിലൊക്കെ പോലീസ് തലങ്ങും വിലങ്ങും ഈ കിട്ടിയ ആൾക്കാരെ ചോദ്യം ചെയ്തു. പക്ഷേ അവർ ഈ കേസിൽ നിരപരാധികളാണ്. അങ്ങനെ അവരെ വിട്ടയക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഈ വിജേഷിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമുള്ള ആ ഒരു പ്രകോപനം കൊണ്ട് ഈ സ്ത്രീ വണ്ടിക്ക് മുമ്പിലേക്ക് ചാടിയതാണോ? എങ്കിൽ ഈ വിജേഷ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് പിന്നീട് ഇങ്ങനെ പലരും ഉന്നയിക്കുന്നത്. ഇനി ഇവർ 2 പേരും ചേർന്ന് മരിക്കാൻ തീരുമാനിച്ചിരിക്കട്ടെ. 2 പേരും ഒരു സ്ഥലത്തല്ലേ മരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യത്തുള്ളൂ. ഇതും കിലോമീറ്റർ അകലെയുള്ള 2 സ്ഥലത്താണ് 2 പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. മറ്റേ 2 പേരുണ്ടല്ലോ, പോലീസ് കസ്റ്റഡിയിലാക്കിയ 2 പേരെ, അവർ ഇതിനകത്ത് കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് അവരെ വെറുതെ വിടുകയാണ്. ഇനിയിപ്പോൾ ഈ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം തിരക്കണം. എന്തുകൊണ്ട് ഈ സ്ത്രീ അവിടെ ആത്മഹത്യ ചെയ്തു? എന്തുകൊണ്ട് വിജേഷ് ആ മലമുകളിൽ പോയി ആത്മഹത്യ ചെയ്തു? അതിനുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. ഇനി ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വിജേഷും രാജിയും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കേട്ടോ. അവർക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. വെറും സാധാരണപ്പെട്ട ഒരു കുടുംബമാണ്. ഭർത്താവിന് കണ്ടക്ടർ ജോലി ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ KSRTC അവസ്ഥയൊക്കെ. ശമ്പളം കിട്ടിയാലായി, ഇല്ലല്ലേ. അങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് രാജിയുടെ ജീവിതത്തിൽ പല പല ദുരന്തങ്ങൾ സംഭവിക്കുന്നത്.
അമ്മയ്ക്കാണെങ്കിൽ, അതായത് രാജിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റാണ്, മരുന്ന് നല്ല പൈസ ഉണ്ടാക്കണം, അങ്ങനെ അമ്മയെ നോക്കണം, അങ്ങനെ കുറച്ച് ചിലവുകൾ വരികയാണ്. അതുമാത്രമല്ല അച്ഛനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂനിമേ കുരു എന്ന് പറഞ്ഞ പോലെ ഈ വിജേഷിനും അറ്റാക്ക് ഉണ്ടാവുകയാണ്, അതും 2 തവണ. അപ്പോൾ പിന്നെ അറിയാമല്ലോ, പൈസയ്ക്ക് ധാരാളം ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർന്ന് പിടിക്കുന്നൊക്കെ പൈസ. അപ്പോഴാണ് രാജി ഇവിടെ ഒരു വല്ലാത്ത സാഹസത്തിന് മുതിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും പെട്ടുപോകുന്ന ഈ ഒരു അവസ്ഥയിലാണ്. ഭർത്താവും വീട്ടുകാരൊക്കെ അറിയാതെ ചില തിരിമറികൾ നടത്തും. എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ. അവിടെ കിട്ടുന്ന പൈസ എടുത്ത് ഇവിടെ കൊടുക്കും, ഇവിടെ കിട്ടുന്ന പൈസ എടുത്ത് അവിടെ കൊടുക്കും. ഞായറാഴ്ച അണ്ണാച്ചിയുടെ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് മറ്റേ കൊച്ചാട്ടിന് കൊടുക്കും, കൊച്ചാട്ടിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്ന കുറേ പരിപാടി ഉണ്ടല്ലോ. ആർക്കും ബുദ്ധിമില്ലാത്ത പണിയാണ് കാണിക്കുന്നത്. കാരണം ഇവരുടെ മനസ്സിൽ കാണും ചെറിയ പൈസയല്ലേ, 10,000 രൂപയല്ലേ ഉള്ളൂ, അത് അടുത്ത ആഴ്ച കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില പരിപാടി ഒപ്പിക്കും. ആ ഒരു സംഭവത്തിലേക്കാണ് ഈ രാജി വീണിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുടുംബം പോറ്റാൻ വേണ്ടിയാണ്, വേറെ ഉപദ്രവത്തിനൊന്നുമല്ല. ഭർത്താവിൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, കുട്ടികളുടെ ചിലവ്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആൾക്കാരെ എന്നൊക്കെ ചെറിയ പൈസയൊക്കെ മേടിക്കുന്നത്. അങ്ങനെ പലരും ഇപ്പോൾ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ, കൊടുക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ ഭയങ്കര ഓഫറൊക്കെ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ തിരിച്ച് മേടിക്കുമ്പോൾ ഇവിടെ മട്ടുമാറും. ആ ഒരു അവസ്ഥയിലേക്ക് കട ഇങ്ങനെ ഈ രാജിയെ പൊതിഞ്ഞിരിക്കുകയാണ്. കമ്മിറ്റിയിൽ നിന്നൊക്കെ പൈസ എടുക്കത്തില്ലേ? എന്തിനു വേണ്ടി? നിങ്ങളുടെ അസുഖത്തിന് വേണ്ടി? അസുഖത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പൈസ എടുത്ത് പിന്നെ ജോലിക്ക് പോവാതിരിക്കുമ്പം നമുക്ക് ചിലവിനൊക്കെ വേണ്ടേ. പിന്നെ ഈ ശമ്പളമൊക്കെ താമസിച്ചല്ലേ വരുന്നേ. അപ്പോൾ ഈ കൊച്ചു എങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചായാലും പിന്നെ ഈ കമ്മിറ്റിയിൽ അടച്ച് പലിശയ്ക്കും പൈസ എടുത്തായിരുന്നു. രാജി ഇലക്ഷനൊക്കെ മത്സരിച്ച ആളാണ്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, നല്ല തൻ്റെയോടും കഴിവുള്ള കുട്ടിയാണ് ഈ രാജി. പക്ഷേ ഇങ്ങനെ കടം വാരി കൂട്ടുകയാണ്. എന്തിനു വേണ്ടിയാ? കുടുംബം പോറ്റാൻ വേണ്ടി, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കാൻ വേണ്ടി, ഇങ്ങനെ പല പല കടങ്ങളും വാരി കൂട്ടുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആരറിയുന്നില്ല, ഭർത്താവ് അറിയുന്നതേയില്ല. അങ്ങനെ കടം എല്ലാ വിധത്തിലും ഈ രാജിയെ പിടിച്ചങ്ങനെ ഉലയ്ക്കുകയാണ്. അങ്ങനെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട് രാജിയുടെ സമാധാനം എന്നേക്കുമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കടങ്ങൾ മേടിച്ചിട്ടുണ്ട്. വിജേഷിനോട് പറയാൻ പേടിയായിരിക്കും അല്ലേ? പേടിയായിരിക്കും. അത് ചെറിയ ചെറിയ കടം മേടിച്ചെന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയിൽ വഞ്ചിച്ചെന്നുണ്ട്. ഇതെന്താ ഭർത്താവിനോട് പറയാത്ത എന്ത് കടം മേടിക്കുന്ന കാര്യമൊക്കെ? വഴക്ക് പറയുന്നത് പേടിച്ചായിരിക്കും. വഴക്ക് പറയുന്നത് പേടിച്ചായിരിക്കുമോ? പിന്നെ ഭർത്താവിനോട് അവസാനമൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും അല്ലേ? കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് രാജിക്ക് മനസ്സിലാവുകയാണ്. ഇനി തന്നെ കൊണ്ട് പറ്റത്തില്ല, ഭർത്താവിനോട് പറഞ്ഞേ പറ്റൂ. അങ്ങനെ എല്ലാ കാര്യവും, കടത്തിൻ്റെയും എല്ലാ വിഷയങ്ങളും ഭർത്താവിനോട് പറയുകയാണ്. എല്ലാ ദിവസവും പലിശക്കാർ വരുന്നതും ഈ ഫിനാൻസുകാർ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമെല്ലാം ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അന്ന് ആ നിമിഷമാണ് അറിയുന്നത് ഇത്രയും വലിയ കടം രാജി വരുത്തി വെച്ചതും അതിൻ്റെ പ്രത്യാഘാതമൊക്കെ ഈ ഭർത്താവ് തിരിച്ചറിയുകയാണ്. അയാൾ ആകപ്പാടെ തകർന്നു പോയി. പക്ഷെ ഭാര്യയല്ലേ, അയാൾ കളയാൻ പറ്റുമോ? നല്ല സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവാണ് വിജേഷ്. അങ്ങനെ എന്തെങ്കിലും പോട്ടെ, നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വാസവുമായിട്ട് പിറ്റേന്ന് രാവിലെ ഏതോ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവോട് വീട് വിട്ട് ഇറങ്ങിയാണ്. 1-2 പേരോട് പൈസ ചോദിച്ചു. പക്ഷേ പണമില്ലാത്തവൻ ആര് കടം കൊടുക്കും? പണമില്ല, പോ വേറെ പണി നോക്കാൻ പറഞ്ഞ് അവർ ആട്ടിപ്പായിച്ച് വിടുകയാണ്. അങ്ങനെ മാനസികമായിട്ട് ഈ ഭാര്യയും ഭർത്താവും തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുടുംബം പോരണം, ഒരുപാട് ചിലവുകളുണ്ട്. ഈ അസുഖം വന്നുള്ള അറിയാമല്ലോ, തുടർന്നും പിടിക്കുന്നതൊക്കെ ചിലവായിരിക്കും. അങ്ങനെ പരസ്പരം ആ നിമിഷത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല. ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? എല്ലാവർക്കും ഒരു പരിഹാസ കഥാപാത്രത്തോട് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. ആ നിമിഷം രാജിയും വിജേഷും തീരുമാനമെടുത്തു മരിക്കുക. അവർ മരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ആ മലമുകളാണ്. എന്ന് പറഞ്ഞാൽ രാജിയുടെ വീടിൻ്റെ കുറച്ച് അകലെയുള്ള ആ മലമുകൾ. 2 പേരും കൂടി ആ മലമുകളിലേക്ക് പോവുകയാണ്. ആദ്യം മരിക്കാൻ തീരുമാനിക്കുന്നത് ഈ വിജേഷാണ്. അങ്ങനെ രാജിയുടെ ഷാൾ വാങ്ങുന്നു, കെട്ടിത്തൂങ്ങി ചാവുകയാണ്. ഈ ഞെട്ടിക്കുന്ന കാഴ്ച ഈ രാജി കാണുകയാണ്. ഒന്ന് ആലോചിക്കുക, താൻ കാരണമാണ് ആ ഭർത്താവ് ആ മരത്തിൽ കിടന്ന് ഇങ്ങനെ പെടയുന്നത്. അവളുടെ സർവ്വ നിയന്ത്രണവും പോയി. പിന്നെ അവളൊന്നും ആലോചിച്ചില്ല, ഇട്ടിരിക്കുന്ന ആ ലെഗിൻസ് ഇവൾ വലിച്ചൂരുകയാണ്, കഴുത്തിൽ ചുറ്റുകയാണ്. പക്ഷേ ഈ ലെഗിൻസിന് പ്രത്യേകത ഉണ്ടല്ലോ, വലിയും ഈ റബ്ബർ പോലും വലിയുന്നുണ്ട്, പെട്ടെന്ന് മുറുകുന്നില്ല, വലിച്ചിൽ മാത്രമേ ഉള്ളൂ. ലെഗിൻസ് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി. ആ ശ്രമം അവൾ അവിടെ ഉപേക്ഷിക്കുകയാണ്. അപ്പോഴും അവൾ ആ കാഴ്ച കാണുകയാണ്. താൻ കാരണം കെട്ടിത്തൂങ്ങി മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതശരീരം. അവളുടെ സർവ്വ നിയന്ത്രണവും പോയി. ഒരു ഭ്രാന്തിയെ പോലെ അവൾ പെരുമാറുകയാണ്. വല്ലാത്തൊരവസ്ഥയല്ലേ? ഭർത്താവിൻ്റെ ആ ഷർട്ട് അവൾ അഴിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് അണിയുകയാണ്. എന്നിട്ട് ലെഗിൻസ് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഒരു ഭ്രാന്തിയെ പോലെ ആ ഇരുട്ടിലൂടെ ഇങ്ങനെ ഓടുകയാണ്. ഒന്ന് ആലോചിച്ച്, ഇവിടെ നിന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് ആ റോഡിലേക്ക്. ഒരു ഭ്രാന്തിയെ പോലെ എന്തൊക്കെയോ മുന്നിൽ കാണുന്ന ഒന്നും അറിയാതെ ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ ആരും കാണുന്നില്ല. അപ്പോഴേക്ക് സമയം രാത്രി
11 മണി അടുക്കുകയാണ്. അങ്ങനെ അവളുടെ ലക്ഷ്യം നേരെ ആ റെയിൽവേ സ്റ്റേഷനാണ്. ആ സമയത്ത് ഏതെങ്കിലും ട്രെയിൻ ഉണ്ടാവും, അതിൻ്റെ മുമ്പിലേക്ക് ചാടി ചാവുക എന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ എത്തി. പക്ഷേ ആ സമയത്ത് ട്രെയിൻ ഒന്നുമില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങും നോക്കുന്നുണ്ട്. ആ സമയത്ത് വലിയ വാഹനങ്ങളൊന്നും അതുവഴി വരുന്നില്ല. ഏതോ ഒരു ദൗർഭാഗ്യവാൻ ആ സമയത്ത് വണ്ടി കൊണ്ട് വരികയാണ്, ചീറി പാഞ്ഞു വരികയാണ്. ആ വണ്ടിയുടെ മുമ്പിലേക്ക് ഒറ്റ ചാട്ടമായിരുന്നു രാജി, തവിട് പൊടി. അങ്ങനെ അവൾ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് അവൾ പോവുകയാണ്. എന്തായാലും ഇതിൻ്റെ ചെറിയ ഒരു ഉത്തരവാദിത്വം രാജിക്കുണ്ട് അല്ലേ ഭർത്താവിനോട്, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവുമായിരുന്നു. ഇനി ഇതിന്റെ പുറയിൽ എന്തോ നടന്നെന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു കടം വരുത്തി വെച്ച് വിനയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ജീവിതം അപ്പാടെ ഭൂമിയിൽ നിന്നും പോയി. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ കടം എടുക്കാതിരിക്കുക. കടം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാള് തന്നെയാണ്. ഏത് സമയത്തും തലയെ കുത്തി കയറാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് സമാധാനം കിട്ടുമോ? ഞായറാഴ്ച അണ്ണാച്ചിമാർ വരും, മറ്റേ പലിശയ്ക്ക് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ, ഫിനാൻസിന് പൈസ അടയ്ക്കണം. അങ്ങനെ ആകപ്പാടെ സമാധാനക്കേട് തന്നെയായിരിക്കും ഈ കടം. കടം ഇല്ലാത്തതെന്ന് ചിന്തിച്ച് നോക്കിയേ, എപ്പോഴും സുഖമായിട്ട് ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിട്ടുണ്ടെന്ന് ഉറങ്ങാം. ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതാണ് ഈ കടത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ രാജിക്കും വിജേഷിനും ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവരുടെ ആത്മഹത്യ കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ മരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആ കുടുംബമല്ലേ, ആ അമ്മയുടെ അവസ്ഥ. ആരുമില്ല സാധു സ്ത്രീക്ക്, അവർക്ക് രോഗമാണ്. അവരെ നോക്കാൻ വേണ്ടി തന്നെ നല്ല പൈസ ചിലവാക്കണം. ആ സ്ത്രീയുടെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയുമില്ല. അതുമാത്രമല്ല 2 കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. എന്തായാലും വല്ലാത്തൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ 3-4 ജീവിതങ്ങൾ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് കടം മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കൂ എന്നുള്ള വലിയ ഗുണപാഠവുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.